അത് മാത്രമേ പറയാനുള്ളൂ. സൂര്യക്ക് പക്ക ഡയലോഗ്, പക്ക മാസ് എന്ന് പറയാം. കുഴപ്പമില്ലായിരുന്നു ബ്രോ, കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് അങ്ങനെ ഒന്നുമില്ല, പുതിയതായിട്ടൊന്നുമില്ല. ഭയങ്കര വൺ ടൈം വാച്ചബിൾ ആണ്, വേറെ പുതിയതായിട്ടൊന്നുമില്ല. 5 പൈസ കയ്യാം വേസ്റ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റോറി ഇല്ല, അതുകൊണ്ട് സ്റ്റോറി ഇല്ലാത്തതിന് മെയിൻ. സൂര്യ കൊള്ളാം, സൂര്യയുടെ എഫേർട്ട് മാത്രമേ ഉള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. അത് മാത്രമേ പറയാനുള്ളൂ. സൂര്യ കൊള്ളാം, അടിച്ചു പൊളിച്ചു. ബാക്കി പടം കുറച്ച് കഥ ഒരുമാതിരി ലാഗും അല്ല, ഒന്നുമല്ല, കണ്ടിരിക്കാനും പറ്റില്ല. പ്രതീക്ഷ വെച്ച് കുറെ പ്രതീക്ഷ വന്നു. ഓവർ ഹൈപ്പായി പടം. അത്ര വലുതായിട്ട് ഒന്നുമില്ല. സൂര്യ കൊള്ളാം, അടിപൊളിയായിട്ട്. പക്ഷെ കഥ എന്താണെന്ന് മനസ്സിലായില്ല. ഒന്നുമില്ല. ശിവ പറഞ്ഞതിന്റെ അത്ര ഒന്നും വന്നിട്ടില്ല പടം. അവര് പറഞ്ഞത് ഒരു നല്ല ഇതാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എത്ര ഒന്നും വന്നിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കാം, അല്ലാതെ ഒരു ആവറേജ്. തിരക്കേടില്ല, അല്ല വലിയ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും ഇല്ലായിരുന്നു. തുടക്കമൊക്കെ ലാഗൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ സൂര്യയുടെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ആർട്ട് വർക്ക് മേക്കിംഗ് ഒക്കെ എല്ലാം നന്നായിരുന്നു. തുടക്കം തൊട്ട് വലിയ എൻഗേജിങ് ഒന്നും ആയിട്ടില്ല. സ്ക്രിപ്റ്റ് വൈസ് ചെറിയ ചിലയിടത്തൊക്കെ മാത്രമേ ഇമോഷണലൊക്കെ ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ, അല്ല അത്ര ഒരു ഇതായിട്ട് പോകുന്നില്ല. ഓവറോൾ കുഴപ്പമില്ല. സീനുള്ള ഡ്യൂറേഷൻ അതാണ് ഈ പടത്തിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരാൻ പോകുന്നത് തന്നെ. അതായിരിക്കും കൂടുതലായിട്ട്. മുമ്പുള്ള 2024 കഥ അത് കുഴപ്പമില്ല. അതിനോട്ട് സൂര്യയുടെ ആക്ടിങ്, അതിൻ്റെ സ്റ്റൈലും എല്ലാം അടിപൊളി. ഒരു കട ഒരു ഇതായിട്ട് വരും. പടം മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കണ്ടോണ്ടിരിക്കാനും സൂപ്പർ പടം എന്ന് പറയാം. ത്രില്ലിംഗ് പടം, ഏതായാലും കണ്ടോണ്ടിരിക്കണം. സൂര്യക്ക് പക്ക ഡയലോഗ്, പക്ക മാസ് എന്ന് പറയാം. ഒന്നുമില്ല. ചെറിയ ലാഗുണ്ട്, ഒരു വിഷ്വൽ ട്രീറ്റ് അത്രേ ഉള്ളൂ. 2D ആണ്, 3Dക്ക് പറ്റിയ സിനിമയാണ്.